എന്നോട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുകയും ചെയ്യാമെന്ന് മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഒരു കോഫി പൗഡർ നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാനാണ്. അപ്പം എന്താ പറയുക, അതിനകത്ത് ഒരു 2 സാധനം കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിനൊരു എക്സ്ട്രാ ടേസ്റ്റാവും, നല്ലൊരു ഫ്ലേവറാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം കേട്ടോ. കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് കാപ്പിക്കുരു ഡ്രൈ റോസ്റ്റ് ചെയ്തതാണ്, പിന്നെ കുറച്ച് ജീരകം, പിന്നെ ഒരു ഏലക്ക. അപ്പം ഞാനിതുകൊണ്ട് ഒരു കാപ്പിപ്പൊടി ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക, ഡയറ്റിൻ്റെ ഭാഗമായിട്ട് എന്നാ പറയുന്നത്, നമ്മൾ ഷുഗർ ഇല്ലാതെയാണ് കാപ്പി കുടിക്കുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം എന്നാ പറയുന്നത്, ഞാനിത് ഇതിൻ്റെ അകത്ത് കുറച്ച് കാപ്പിക്കുരു ഉണ്ട്. ഈ കാപ്പിക്കുരു ഇതിൻ്റെ അകത്തേക്ക് ഇടുക. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ പൊടിച്ചാണ് എടുക്കുന്നത്. അപ്പം ഞാനിത് ഫസ്റ്റ് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കാപ്പി റോസ്റ്റഡ് കോഫിയുടെ ഗ്രീൻ കാപ്പിക്കുരുവില്ലേ അത്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഓക്കെ, ഇവിടെ ബട്ടർഫ്ലൈയുടെ മിക്സിയാണ്. അപ്പം ഞാനിതൊന്ന് ഇങ്ങനെ വെച്ചിട്ട് ഈ ഫുഡ് പ്രോസസ്സർ എന്നുള്ള, നിങ്ങൾക്ക് കാണാമോ, ഫുഡ് പ്രോസസ്സർ എന്നുള്ള അതിലേക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വെച്ചാൽ പൊടിയും, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം, ഫുഡ് പ്രോസസ്സർ വേണ്ട. അപ്പം ഞാനിതൊന്ന് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയായെന്ന് കേട്ടോ. തട്ടി വെക്കാം, അല്ലെങ്കിൽ മൊത്തം കൂടെ ഇങ്ങോട്ട് പോകുന്നെങ്കിലോന്ന് വിചാരിച്ചാണേ. അപ്പം ദേ ഇത് കണ്ടോ. അപ്പം നമുക്ക് ഒരിച്ചിരി റഫായിട്ടാണ് ഇത് പൊടിഞ്ഞേക്കണം, നമുക്ക് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നാലായിട്ട് ഞാൻ നമ്മുടെ ബാക്കി സാധനങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇടുവാണ്. ഓക്കെ, അതായത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇച്ചിരി ജീരകം, അതായത് ഞാനൊരു എന്താ പറയുക, 1 ടീസ്പൂണോളം ജീരകം ഇടുക, അത്രയും കേട്ടോ. ഇത്രയും ജീരകം ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ജീരകം ഇട്ടു. പിന്നെ നമ്മുടെ സ്വന്തം ഇടുക്കിയിലത്തെ എന്താ പറയുക, ഏലക്കയാണ്. അപ്പം അത് ഞാനൊരു 2-3 എണ്ണം ഒന്ന് അതിൻ്റെ എന്താ പറയുക, തോടോട് കൂടി വേണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. അത്ര പിന്നെ കുടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി. വേണമെങ്കിൽ അത് എന്നിട്ടിട്ട് പിന്നെ നമ്മളത് പിന്നെ തോടൊക്കെ എടുത്ത് കളയേണ്ടി വരും, അതാണ്. ഓക്കെ, ഇതാകുമ്പോൾ ഇങ്ങനെ ഇട്ടാൽ പിന്നെ എന്നാ പറയുന്നത്, അതിൻ്റെ ഈ തോടെടുത്ത് കളയേണ്ടി വരത്തില്ലല്ലോ, മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. അത് കാരണം ഇതിൻ്റെ തോടൊന്ന് പൊടിച്ചിട്ടെടുത്തേ. നല്ല സൂപ്പർ മണമാണ് കേട്ടോ നമ്മുടെ ഏലക്കയ്ക്ക്. അപ്പം നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ഒന്ന് അടയ്ക്കുക, എന്നിട്ട് നമുക്ക് പൊടിക്കാം ഒന്നും കൂടെ. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ വിപ്പ് ചെയ്യാം കേട്ടോ. എടുത്ത് നോക്കട്ടെ, അരിഞ്ഞൊന്ന്. ഇത് വലിയ കുഴപ്പമില്ലാതെ പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് എനിവേ കട്ടൻ കാപ്പിയാണല്ലോ നമ്മളിപ്പോൾ കുടിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഓക്കെയാണ് കേട്ടോ. അപ്പം നമുക്കിത് ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ നമുക്ക് പൊടിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഓക്കെയാണെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ഓക്കെ, വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പൊടിച്ചേക്കാം. നിർത്തി കേട്ടോ, എടുക്കുക. ഇനി നമുക്ക് ചൂടാറിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് തുറന്ന് വയ്ക്കാം, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, അതിൻ്റെ ചൂടാറത്തില്ല. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ചൂടാറട്ടെ, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മുടെ കോഫി പോട്ട് നമ്മളെല്ലാം ഇങ്ങനത്തെ ഭരണി പോലത്തെ ഉള്ളതിലാണ് ഇടുന്നത് കേട്ടോ. ഒത്തിരി വർഷമായതാണ് നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ 1985 ISS തായ്വാനോ എങ്ങാണ്ടാണ് കേട്ടോ ഇത്.
കേട്ടോ. അപ്പം ഇത് കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ്, വെള്ളമൊന്നും ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് നമ്മുടെ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ പോകുന്നത്. ഞാനിത് ഇട്ട് കൊടുക്കട്ടെ മൊത്തം. അല്ലേ, നമ്മുടെ കാപ്പിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വയ്യടി, ഇരുട്ടായതുകൊണ്ടേ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ കോഫി ഇവിടെ റെഡി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ഇട്ട് അടിക്കുക. ബൈ ബൈ.